കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഞായറാഴ്ച അറിയാം. മുഖ്യമന്ത്രിയെ ഞായറാഴ്ച AICC പ്രഖ്യാപിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായുണ്ട്. അലക്സ്, അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം AICC ഞായറാഴ്ച തീരുമാനിക്കുമെന്നും പ്രഖ്യാപിക്കുമെന്നും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാമോ? അപ്പോൾ ഇന്ന് നിരീക്ഷകർ എല്ലാവരെയും കണ്ട ശേഷം ആ റിപ്പോർട്ട് AICCക്ക് നൽകുന്നു. അതിനുശേഷം കൂടിയാലോചനകൾക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞ് തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകുന്നു. അങ്ങനെയാണോ? GK തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളിത് പറഞ്ഞിരുന്നു. അതായത് ഇവരുടെ പ്രക്രിയ അനുസരിച്ച് 10-ാം തീയതിക്കുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം. അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് UDF ഭരണത്തിലെത്തുമെന്ന് ഏറെക്കുറെ അവർ പ്രതീക്ഷിച്ചിരുന്നു. അത് മാത്രമല്ല, കോൺഗ്രസ് ഭരണം ഉറപ്പിച്ച് തുടർ നടപടികൾ ആലോചിക്കുകയും ചെയ്തിരുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതായത് ഭരണത്തിലേക്ക് എത്തി ഇലക്ഷൻ പ്രഖ്യാപിച്ച് കൗണ്ടിംഗ് നടന്ന UDFന് മൃഗീയ ഭൂരിപക്ഷം നേടിയതിനു ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ AICC നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തും എന്നുള്ള വിവരം നമ്മൾ നൽകിയിരുന്നു. സമാനമായി തന്നെ AICC നിരീക്ഷകരെ തീരുമാനിക്കുന്നു. AICC നിരീക്ഷകർ ഇവിടെ എത്തി KPCC ആസ്ഥാനത്തെത്തി MLA-മാരെ ഒറ്റയ്ക്ക് കാണുകയാണ്. ആ പ്രക്രിയ പുരോഗമിക്കുകയാണ്. ഇന്നുകൊണ്ട് MLA-മാരെ കാണുന്നത്, മുതിർന്ന നേതാക്കളെ കാണുന്നത്, ഘടകകക്ഷി നേതാക്കളെ കാണുന്നതൊക്കെ ഇന്നുകൊണ്ട് പൂർത്തിയാക്കി അവർ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അവിടേക്ക് വിളിച്ച് അവരുടെ അഭിപ്രായവും കേൾക്കും. അവർ അനുനയിപ്പിക്കുന്നുള്ള ശ്രമവും നടക്കും. ഈ റിപ്പോർട്ട് ഒപ്പം ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞായറാഴ്ച സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും AICC എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അധികാരം AICC അധ്യക്ഷന് നൽകിയ പ്രമേയവും ഈ പാർലമെന്ററി പാർട്ടി യോഗം പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവരാണ് പുറത്തേക്ക് വന്നത്. അവർ അകത്ത് പറഞ്ഞ അഭിപ്രായം എന്താണ് എന്ന് പുറത്ത് പറയുന്നില്ല. അതായത് പാർട്ടിയുടെ അച്ചടക്കം അതിനനുവദിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ അവരുടെ നിലപാട് കൃത്യമായി നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. ആ പ്രക്രിയ പുരോഗമിക്കുന്നുണ്ട്. അതായത് ഓരോ MLA-മാരെയും ഒറ്റയ്ക്ക് വിളിച്ച് അവർ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായം കേൾക്കുന്നു. സമാന സമയത്ത് തന്നെ ഈ മുഖ്യമന്ത്രി പദത്തിന് ക്ലെയിമുള്ള 3 നേതാക്കളും അവരുടെ ശക്തിയും അവകാശവാദങ്ങളും അകത്തും പുറത്തും ഒരുപോലെ. ശരി അലക്സ്, ഏതായാലും അലക്സ് ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞായറാഴ്ച തന്നെ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ AICCയുടെ തീരുമാനം, പ്രഖ്യാപനം ഉണ്ടാകും. MLA-മാരെ ഒറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായങ്ങൾ തേടും. ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഇതിനെല്ലാം ശേഷമായിരിക്കും ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിലുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം വരാൻ പോകുന്നത്. അത് ഞായറാഴ്ച ഉണ്ടാകും. ആ പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ടിയും വരും. അലക്സ് റാം മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നടന്ന ഇന്ദിരാഭവന് മുന്നിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.